അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പുട്ടുപൊടി ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം നാളെ പഴം എവിടുന്നേലും ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് എന്ത്, പഴം എവിടുന്നേലൊക്കെ നമ്മളിങ്ങനെ പഴം പഴുത്തത് ഒന്നിച്ച് പഴുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊണ്ടു തരൂലേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് നാളെ കഴിക്കണം വല്ലാത്ത ആഗ്രഹം വരികയാണ്. പുട്ടും കടലക്കറിയൊന്നും മനസ്സിലാണ്ട് നീയത്ത് വെച്ച്, പക്ഷേ പുട്ടുപൊടി ഇല്ല. എന്ത് ചെയ്യും? അങ്ങനത്തെ സമയത്ത് ഈസി ആയിട്ട് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ സോഫ്റ്റിൽ പുട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാ നോർമൽ അരിപ്പൊടി എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ അരിപ്പൊടീൻ്റെ കൂടെ 2 കയ്യിൽ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കറക്കൂലേ ബാക്കിലേക്ക് തിരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് അടിക്കുക. ഒന്ന് രണ്ട് പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സി തുറന്നാൽ കാണാൻ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഈ പൊടി നമ്മൾ പുട്ടിന് ഉതിർത്തൂലേ. ശരിക്കും നമ്മളെ അമ്മമാരൊക്കെ എന്താ ചെയ്യല് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആ പുട്ടിന് മണിക്കെട്ടാതെ അങ്ങനെ ഉതിർത്തി കൊണ്ടുവരുന്നത് കാണാം. പക്ഷെ ഞാനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ആകെ ഉണ്ട പിടിക്കാണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് ഈ പുട്ടിന് ഉതിർത്തുന്ന ടാസ്ക്കായിട്ട് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസാക്കാൻ പറ്റിയ നല്ലൊരു ഈസി മെത്തേഡാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് കൈ നനയാതെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പറയുന്നത്. ഈ ചോറ് കഴുകിയതും അരിപ്പൊടിയും കൂടെ നല്ലോണം സ്പൂണോട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ എന്താവാണ്, നല്ലോണം സോഫ്റ്റായിട്ട് പുട്ടിന് ഉതിർത്തിയ പോലെ പൊടി വരും. പിന്നെ ജസ്റ്റ് തേങ്ങ ഇട്ട് പുട്ടുകുറ്റിയിൽ ഇടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ കടലക്കറി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കുശാലായില്ലേ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, സിമ്പിളാണ് പരിപാടി. ചിലപ്പോൾ ആദ്യം നമുക്ക് ഇടുന്ന സമയത്ത്, പിന്നെ ആദ്യത്തെ കുറ്റിയൊക്കെ ചുടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ, ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ഇട്ട സമയത്ത് പുട്ടിങ്ങനെ പൊടിഞ്ഞു പോവുക ചെയ്ത്, അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക, കറക്റ്റ് പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ നനവ് കുറവായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഉതിർത്തൽ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. പിന്നെ ഞാൻ പുട്ട് കുറച്ച് വെള്ളമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം തീർന്നു പോയപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. പുട്ടും കടലക്കറിയും അടിപൊളിയാണ്, ഉഷാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പുട്ടുപൊടി ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പം കറി പറ്റാത്തവരുണ്ടായതുകൊണ്ടാണ് ഞാൻ പഴം പുഴുങ്ങിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴം നമ്മൾ പുട്ടുകുറ്റീൻ്റെ ആ തൂക്കിലുണ്ടല്ലോ, അതിൽ പഴം ഇട്ട് കഴിഞ്ഞാൽ പുട്ട് വേവുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പഴം